മാറാകട്ടെ. നിങ്ങളോട് ഓരോരുത്തരോട് ഒന്നിച്ച് ഒരിക്കൽ കൂടെ വചനത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ ദൈവം തന്ന വലിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഒരു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 2-ാം വാക്യം, 7-ാം വാക്യം, 8-ാം വാക്യം ആരെങ്കിലും ഒരാളെന്ന് ശബ്ദം ഉയർത്തി വായിച്ചാൽ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 2-ാം വാക്യം, 7-ാം വാക്യം, 8-ാം വാക്യം. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്താറുമുണ്ട്. 7-ാം വാക്യം. നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും മുറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടും അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ നടന്നു. സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, നമ്മൾ ഈ വചനത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 5000 പേർക്ക് അപ്പം നുറുക്കി അവരവരുടെ വിശപ്പിന് കർത്താവ് അത് നുറുക്കി കൊടുത്തതുപോലെ ഈ വചനത്തെ ദൈവം ഓരോരുത്തർ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോരുത്തർക്ക് നുറുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമായി ഉപയോഗിക്കാൻ കർത്താവ് സഹായിക്കണം. അടിയനുള്ള കർത്താവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നാം കാണുന്നു, ബാല്യം മുതൽ അല്ലെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തി. അപ്പം ഈ വ്യക്തി കാലില്ലാത്ത വ്യക്തിയായിരുന്നോ? അല്ല, കാലുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ നടക്കാൻ കഴിയത്തില്ല. ജനിച്ച നാൾ തൊട്ട് കാലുണ്ട്, പക്ഷെ മുടന്തനായോണ്ട് നടക്കാൻ കഴിയത്തില്ല. എന്നാൽ 7-ാം വാക്യത്തിൽ നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർ കരങ്ങൾ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ കാലിനും നിര്യാണിക്കും ബലം പ്രാപിച്ചു. അവൻ നടന്നു തുടങ്ങി. നടക്ക മാത്രമല്ല, നടക്കുകയും തുള്ളിച്ചാടുകയും ചെയ്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടന്നു. ആമേൻ. അവൻ ജനിച്ചപ്പോൾ തൊട്ട് കാലുകളുണ്ട്, പക്ഷെ അവൻ ജനിച്ചപ്പോൾ തൊട്ട് നടന്നിട്ടില്ല. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം പരിശോധിച്ചാൽ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ 3-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ കൂടാതെ ഒരുവൻ യേശുക്രിസ്തു കർത്താവെന്ന് പറയുകയില്ല. അപ്പം നാം ഓരോരുത്തരും വീണ്ടും ജനിച്ച നാൾ തൊട്ട് നാം ഓരോരുത്തരും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലൊരു വീണ്ടും ജനനം നടന്ന കാലം തൊട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആമേൻ. എന്നാൽ നമ്മുടെ പലരുടെയും ജീവിതം നോക്കിയാൽ കാലുണ്ട്, പക്ഷെ നടക്കാൻ കഴിയാത്ത വ്യക്തിയെ പോലെ പരിശുദ്ധാത്മാവുണ്ട്, എന്നാൽ ആത്മശക്തിയിൽ നടക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ആമേൻ. പറഞ്ഞത് ശരിയാണോ? അപ്പം കാലുണ്ട്, പക്ഷെ നടക്കാൻ കഴിയാത്ത ആളുടെ ജീവിതത്തിൽ അവർ കൈ പിടിച്ച് ഉയർത്തി അവൻ്റെ കാലുകൾക്കും നിര്യാണികൾക്കും ബലം വന്നതുപോലെ ഈ സന്ദേശം ഈ ആത്മമനുഷ്യൻ, നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന മുടന്ത് പിടിച്ചിരിക്കുന്ന നമ്മുടെ ആത്മമനുഷ്യനെ ഇത് ഉറപ്പിക്കുവാനായിട്ട് ദൈവം ഈ സന്ദേശം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജനിച്ച നാൾ തൊട്ട് കാലുണ്ട്, പക്ഷെ നടക്കാൻ കഴിയാത്തതുപോലെ വീണ്ടും ജനിച്ച നാൾ തൊട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, എന്നാൽ നമുക്ക് ആത്മാവിൻ്റെ നടത്തിപ്പിൽ നടക്കുവാൻ കഴിയുന്നില്ല, അഥവാ ആത്മശക്തിയിൽ നടക്കുവാൻ കഴിയുന്നില്ല. വാക്കിംഗ് ബൈ ദ സ്പിരിറ്റ് കഴിയുന്നില്ല. ആമേൻ. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഒരല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാ ക്രിസ്ത്യാനികൾക്കും പരിശുദ്ധാത്മാവുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവിന് എല്ലാ ക്രിസ്ത്യാനികളെയും ലഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവുണ്ട്, എന്നാൽ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല ജീവിക്കുന്നത്. അപ്പം നാം വീണ്ടും ജനിച്ചത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ പോലും പലപ്പോഴും നാം പരിശുദ്ധാത്മാവിനാൽ നടക്കാത്തൊരു അനുഭവം നാം കാണുന്നു. റോമാലേഖനം 8-ാം അധ്യായം
റോമലേഖനം 8-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ നാം കാണുന്നു, വാക്ക് നോട്ട് ബൈ ദ ഫ്ലഷ് ബട്ട് ബൈ ദ സ്പിരിറ്റ്. ജഡത്താൽ നടക്കരുത്, ആത്മാവിനാൽ നടപ്പിൻ. 8-ന്റെ 4-ാം വാക്യം. അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡത്താലല്ല ആത്മാവിനാൽ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ. അപ്പൊ ജഡത്താലല്ല ആത്മാവിനാൽ നടക്കുന്ന നമ്മൾ. അപ്പൊ ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതുമാകും. ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. അവൻ ജഡത്തിന്റെ ചിന്ത മരണമാണ്, എന്നാൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, എന്നാൽ ആത്മാവിന്റെ ചിന്തയോ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. തലകുത്തി മറിഞ്ഞു നോക്കിയാലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവരെയും കൊണ്ട് കഴിയത്തില്ല. എന്നാൽ ആത്മാവിനാൽ നടക്കുന്നവർക്കോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് 9-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ നടക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, പകരം ആത്മസ്വഭാവമുള്ളവർ. വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ്, യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, പകരം ആത്മാവിനെ കടക്കാരായിരിക്കുന്നത്. അതുകൊണ്ട് ജഡപ്രകാരം ജീവിക്കുന്നതിന് പകരം ആത്മാവിന്റെ നടത്തിപ്പിൻ പ്രകാരം ജീവിക്കാനായിട്ട് ഇവിടെ പൗലോസ് നമുക്കൊരു ആഹ്വാനം തരികയാണ്. ദൈവമക്കളാരാ? വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. നമ്മൾ യോഹന്നാന്റെ പുസ്തകത്തിൽ നാം കാണുന്നു. എന്നാൽ റോമാലേഖനം 8-14 പറയുന്നു, നടത്തിപ്പിൽ ജീവിക്കുന്നവർ ദൈവമക്കളാകുന്നു. ആമേൻ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. നിങ്ങൾ പിന്നെ ഭയപ്പെടുവാൻ ദാസന്റെ ആത്മാവല്ല, പുത്രത്വത്തിന്റെ ആത്മാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പ പിതാവെന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടുത്ത വാക്യം ശ്രദ്ധേയമാണ്. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിൽ ഒരു ചെറിയൊരു ബൈബിൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചിനോട് ചോദിച്ചു, ഹു ആർ യു? കൊച്ചു പറഞ്ഞു, ഞാനൊരു ദൈവ പൈതലാണ്. അതിന് നമ്മളൊരു യുക്തിപരമായിട്ടൊരു മറുപടി ചോദിച്ചിട്ട് കൊച്ചിന് അതിനൊരു മറുപടിയില്ല. എന്നാൽ മനസ്സിൽ ഭയങ്കര ഉറപ്പാണ്, ഞാനൊരു ദൈവ പൈതലാണ്. ഈ ഉറപ്പ് എങ്ങനെ വന്നു? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു, നാം ദൈവമക്കൾ ആകുന്നുവെന്ന്. ആമേൻ. നടത്തിപ്പിൽ ജീവിക്കുന്നവരത്ര ദൈവത്തിൻ്റെ മക്കൾ. നടത്തിപ്പിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ ആത്മാവിൻ്റെ ഒരു നിയന്ത്രണത്തിൽ, അഥവാ ആത്മാവ് നമ്മുടെ ഉള്ളിലും, പഴയ നിയമത്തിൽ നാം കാണുന്നു ദൈവ സാന്നിധ്യത്തിൽ ആദാമും ഹവ്വയും ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നാം കാണുന്നു ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ നടത്തിപ്പിൽ ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നോക്കിയാൽ അവിടെ പരിശുദ്ധാത്മാവ് സ്നാനത്തെ പറ്റി നാം പഠിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി നോക്കിയാൽ പരിശുദ്ധാത്മാവ് പെന്തിക്കോസ് നാളിൽ 120 പേരെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തിയ രംഗം നാം അവിടെ കാണുന്നു. യേശു പരിശുദ്ധാത്മാവിൽ പൂർണ്ണനായിരുന്നു എന്ന് വചനം പറയുന്നു. ലൂക്കോസ് 4:1 പറയുന്നു, യേശു ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വീണ്ടും ജനിച്ച നാൾ മുതൽ ആത്മാവുണ്ടെങ്കിലും നടക്കുവാനായിട്ട് കഴിയുന്നില്ല. മുടന്തനായ മനുഷ്യനെ സംബന്ധിച്ച് ജനിച്ച നാൾ തൊട്ട് കാലുകളുണ്ടെങ്കിലും അവന് മുടന്തുണ്ടായതുകൊണ്ട് നടക്കുവാനായി കഴിയുന്നില്ല. ഇന്ന് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഒരു ആത്മീക മുടന്താണ് നാം കാണാൻ സാധിക്കുന്നത്. ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അന്യഭാഷ പറയുമെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഈ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ആത്മാവിൻ്റെ നിയോഗത്തിൽ
ജീവിക്കുവാനായിട്ട് കഴിയാത്തൊരവസ്ഥ. ഈ ആത്മാവിൻ്റെ സ്നാനം അഥവാ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആത്മനിയന്ത്രണത്തിൽ നടക്കുവാനായിട്ട് ഏറ്റവും അത്യാവശ്യമാണ്. യേശു ചെയ്ത അത്ഭുതങ്ങളും യേശുവിൻ്റെ ശുശ്രൂഷ നോക്കിയാൽ ആത്മാവ് നിറഞ്ഞവനായിട്ടാണ് യേശു ശുശ്രൂഷ ചെയ്തത്. ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാരണം ഇത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കൽപ്പന മാത്രമല്ല, കർത്താവ് നൽകിയിരിക്കുന്ന ഒരു വലിയ മഹത്വകരമായ ഒരു വാഗ്ദത്തമാണ് നമ്മുടെ പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ഭൗമികമായ പിതാക്കന്മാർ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്ര അധികം നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരും എന്ന് വചനം നമ്മളോട് പറയുന്നു. 4-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 4-ാം വാക്യം നാം നോക്കുമ്പോൾ, He commanded them that they should not depart from Jerusalem but wait for the promise of the Father. യെരൂശലേമിൽ നിന്ന് മാറിപ്പോകാതെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുവാനായിട്ട് നാം അവിടെ കാണുന്നു. ഈ ഒരു കാത്തിരിപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിനായിട്ട്. ഇവിടെ 5-ാം വാക്യം പറയുന്നു, യോഹന്നാനോ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു, എന്നാൽ കർത്താവ് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും. ഈ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം പറ്റി നാം ഇവിടെ കാണുന്നു. അപ്പം പലരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം, പലരും എന്നോട് വ്യക്തിപരമായിട്ട് വന്ന് കോളേജിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ടല്ലോ, ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൻ്റെ ആവശ്യമുണ്ടോ? രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ആളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ, ഇനിയും അയാൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? രക്ഷിക്കപ്പെട്ട കാരണം നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കണ്ട വാക്യത്തിലും പറയുന്നു, ഈ യേശുക്രിസ്തു കർത്താവെന്ന് പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും പറയുവാൻ കഴിയുന്നില്ല. അപ്പം രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ട്. 1-2 വാക്യങ്ങൾ അതിനായിട്ട് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 12-ാം വാക്യം, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്നു നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അപ്പൊ അവിടെ അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്നു കേട്ട് പത്രോസിനെ യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അടുത്ത വാക്യം, അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. പക്ഷെ അതിനുശേഷം എന്തോ പറ്റി? അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. 17-ാം വാക്യം, അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പം ശമര്യയിൽ വലിയൊരു ഉണർവ് നടന്നു. അവർ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അംഗീകരിച്ചു, സ്നാനപ്പെട്ടു. എന്നാൽ അവിടം കൊണ്ട് നിന്നില്ല. ഒരു ആത്മസ്നാനത്തിൻ്റെയും കൂടെ ഒരു ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പോസ്തലന്മാർ പത്രോസും യോഹന്നാനും അവിടെ ചെന്ന് അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇവർ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൽ മുങ്ങുന്ന ഒരു അനുഭവം, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്ന ഒരു അനുഭവം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആവശ്യമായതുകൊണ്ട് ഇവിടെ നാം കാണുന്നു, അപ്പോസ്തലന്മാർ അവിടെ ചെന്ന് അവരുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അവരെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. അതിൻ്റെ 18-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ. അപ്പൊ കാണത്തക്ക വിധത്തിലാ പരിശുദ്ധാത്മാവ് പ്രാപിച്ചത്. കാണത്തക്ക വിധം എന്ന് പറയുമ്പോൾ അന്യഭാഷ അവർ സംസാരിച്ചത് കൊണ്ട് അത് കാണത്തക്ക വിധത്തിലായതുകൊണ്ട് ശീമോൻ കണ്ടാറെ എന്നൊരു പ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ മാത്രം വരുന്നതാണ് പരിശുദ്ധാത്മാവെങ്കിൽ ശീമോൻ അത് കാണത്തില്ലായിരുന്നു.
എന്നാൽ അവര് അന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലും നാം കാണുന്നത് പോലെ അവർക്ക് പരിശുദ്ധാത്മാവ് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അവർ ഉച്ചരിച്ചു. അവിടെ ഷീമോൻ കണ്ടാറ്, ഷീമോൻ അത് കാണാൻ സാധിച്ചത്. അതുപോലെ മറ്റൊരു ഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊല്ലോസ് കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് 19 വായിച്ചു. എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തരം അത്രേ കഴിപ്പിച്ചത്. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പം അവര് സത്യം മനസ്സിലാക്കി അവർ സ്നാനമേറ്റു. എന്നാൽ അവിടം കൊണ്ട് തീരുന്നതല്ലാത്തത് കൊണ്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം കാണുന്നു, പത്രോസ് അവരുടെ മേൽ കൈവച്ചു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കാനും തുടങ്ങി. അപ്പം ഈ 2 വേദഭാഗത്തിൽ നാം കാണുന്നു രക്ഷിക്കപ്പെട്ട മനുഷ്യർ, സ്നാനപ്പെട്ട മനുഷ്യർ. എന്നാൽ ആ ഒരു എക്സ്പീരിയൻസ് മാത്രം ഒരു ക്രിസ്ത്യാനിക്ക് പോരാത്തത് കൊണ്ട് അപ്പോസ്തലന്മാർ അവരെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിലേക്ക് നയിച്ചതായിട്ട് നാം അവിടെ കാണുന്നു. ഒരാൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് തെളിവെന്താണ്? അല്ല, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതിന് തെളിവെന്താണ്? എന്താണെന്ന് ചോദിച്ചാൽ അന്യഭാഷയാണ് തെളിവ്. 2-ാം അധ്യായം 4-ാം വാക്യം, അവർ പരിശുദ്ധാത്മാവിനാൽ നിറങ്ങി അന്യഭാഷകൾ സംസാരിച്ചു, ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ വേറെ ഭാഗങ്ങളിൽ നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞിടത്തെല്ലാം അവിടെ അന്യഭാഷകളിൽ സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നു. ഈ ഒരു വേദഭാഗത്തിലാണേലും 19-ാം അധ്യായത്തിലും നമ്മളിപ്പം വായിച്ച ഭാഗത്തിലാണേലും പൗലോസ് അവരുടെ മേൽ കൈവച്ചു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് നാം അവിടെ കാണുന്നു. വീട്ടിലാണേലും നാം കാണുന്നു അവർ അന്യഭാഷകൾ സംസാരിച്ചു. ഒരു ദൈവപൈതൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ചിഹ്നം, ഒരു സൈൻ എന്തുവാണെന്ന് ചോദിച്ചാൽ അവര് അന്യഭാഷകൾ സംസാരിക്കുന്നവരായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം പറയുന്ന അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അവർ ദൈവത്തോട് വൻകാര്യങ്ങൾ സംസാരിക്കുന്നു, അത് മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. ആമേൻ. അതുപോലെ ആ അധ്യായത്തിൽ തന്നെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രവചനം വാഞ്ചിപ്പിൻ. ഈ ആത്മാവിൻ്റെ ദാനങ്ങൾ നാം നോക്കുമ്പോഴും ഇപ്പം കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരോട് ചോദിച്ചാലും അവരും പറയുന്നത് ഈ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് ലഭിച്ചത് ഏറെ സമയം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുമ്പോഴാണ്. ആമേൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരാരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ടുള്ളൊരു ആഹ്വാനമായിട്ട് ഇത് എടുത്താട്ടെ. പ്രാപിച്ചവരുണ്ടെങ്കിൽ അധികം സമയം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളുടെ എല്ലാ അധികമായി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്നു, ഞാൻ 10,000 വാക്കുകളിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു. അവിടെ നാം കാണുന്നു അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ് പൗലോസിനാണേലും ആത്മീയമായിട്ട് മുന്നേറുവാനായിട്ട് സഹായിച്ചത്. നമ്മൾ ആത്മാവിൻ്റെ ദാനങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് കണ്ട കൃപാവരങ്ങൾ കണ്ടാലും അതിലും എല്ലാം ഏക ആത്മാവിനാലാണെന്ന് നാം കാണുന്നു. അപ്പം നമ്മുടെ ഏക ആത്മാവിനാലുള്ള കൃപാവരങ്ങൾ നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കുവാനായിട്ട് തിമോത്തിയോസിനോട് പറയുന്നത് പോലെ നിന്നെ കൈവെപ്പിനാലുള്ള കൃപാവരങ്ങൾ നീ ജ്വലിപ്പിക്കണം. ഈ ജ്വലിപ്പിക്കുവാനായിട്ട് നാം ഓരോരുത്തരുടെ ജീവിതത്തിൽ അന്യ ഭാഷകളിലുള്ള പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും. ഇന്ന് നിങ്ങളോട് ശുശ്രൂഷിക്കുവാനായിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് അന്യഭാഷകളിൽ ഏറെ സമയം പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. കാരണം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് തുറന്നു തരുന്നത്. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മളോട്
വെളിപ്പാടുകളിലൂടെ ആണേലും ദൈവശബ്ദത്തിലൂടെ ആണേലും സംസാരിക്കുന്ന അന്യഭാഷകളിലുള്ള പ്രാർത്ഥനയെ പറ്റി ഞാനിവിടെ സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആത്മതലങ്ങളിലേക്ക് കയറുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അന്യഭാഷകളിലുള്ള പ്രാർത്ഥന നിങ്ങളെ ഏറെ സഹായിക്കും. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ലാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാനുള്ള 3 വിധങ്ങളിലൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒന്നാമതായിട്ട് പ്രാപിക്കാനുള്ള വിധം പ്രാർത്ഥനയിലൂടെയാണ്. 1-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 14-ാം വാക്യം. എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ടു പ്രാർത്ഥന കഴിച്ചു പോന്നു. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഈ 1 അക്കോർഡിലുള്ള പ്രാർത്ഥന, ഒരു മനസ്സോടുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് സഹായിക്കുന്ന 1-ാമത്തെ കാര്യമാണ്. പ്രേയർ ഇൻ 1 അക്കോർഡ്. 2-ാമത്തെ കാര്യം, ദൈവവചനത്തിൻ്റെ കേൾവിയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചതായിട്ട് നാം അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നു. 10-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം കാണുന്നു കൊർന്നേല്യോസിൻ്റെ വീടിനോടുള്ള ബന്ധത്തിൽ 10-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം കാണുന്നു, പത്രോസ് അവരോട് സംസാരിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മുകളിൽ വീണു. വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വീണു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാനായിട്ടുള്ള 2-ാമത്തെ വിധം വചന കേൾവി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ടുള്ള 2-ാമത്തെ വിധമാണ്. 3-ാമത്തെ വിധം അപ്പോസ്തലന്മാരുടെ കൈവപ്പിനാണ്. നാം നേരത്തെ വായിച്ച ഭാഗം 19-ന്റെ 6-ാം വാക്യത്തിൽ അവിടെ നാം കാണുന്നു, അപ്പലോസിന്റെ ശിഷ്യന്മാരുടെ മേൽ പൗലോസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതുപോലെ 8-ാം അധ്യായം 17-ാം വാക്യത്തിലും പറയുന്നു, അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അങ്ങനെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ നോക്കിയാൽ 3 വിധങ്ങളിലാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളത്. 1 പ്രാർത്ഥനയാൽ, 2 വചന കേൾവിയാൽ, 3 അപ്പോസ്തലന്മാരുടെ കൈവപ്പിനാൽ. ഇന്ന് രാത്രികാലം എന്നെ കേട്ടിട്ടുള്ള ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു വാക്ക് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റേസ് ഹാൻഡോ അല്ലെങ്കിൽ വീഡിയോ ഓണാക്കി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഒരു വാക്ക് നിങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Rikana baba ba shekene be shiam thara ba shamtari gede be sokudur bu hatura ba shamtar tabar be rakana ba shiam toro bo sakano ya rikadara ba shekene be shiam thara ba ramtari gede be. കർത്താവെ, ഈ പ്ലാറ്റ്ഫോമിന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ മേൽ കർത്താവ് ആത്മാവിനെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവെ അവരുടെ ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ രാത്രിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവനിയോഗപ്രകാരം കർത്താവ് പരിശുദ്ധാത്മാവിനെ പറ്റി സംസാരിക്കുവാനായിട്ട് കർത്താവ് നിയോഗം തന്നല്ലോ. കർത്താവെ, അത് ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ആർക്കോ വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറച്ച് അന്യഭാഷകളിൽ സംസാരിക്കുവാനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Rakonoboshak Doroboshyan Torbosham Tarba Haturababa Shamtal Pabad Vixasi Sheke Nebebe Sikadaraba Shamtarba Haturababa Shamtal Pabad Vixasia Rekanabausia Shiantrausi Reke Nebebe Sikadaraba Shamtarba Haturababa Shamtal Pabad Vixasia Rikanababa Sheke Derebe Siantarba Ramtarigbe Sokodorobo Haturababa Shamtal Pabad Vixasi Sataraba Reke Dere Shikadaraba Shiantarba Ramtarigbe Sokodorobo Haturababa Shamtal പാഠവക്ഷസിയ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. നമ്മെ കേൾപ്പിച്ച ദൈവത്തിന്റെ ശബ്ദത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ തുടരുക, വചന കേൾവിയിൽ തുടരുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മളോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മൾ കേട്ടു.
ആ അരുളപ്പാടിന്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് കൂടുതൽ ആത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. ഒരു നിമിഷം എത്ര പേർക്ക് ദാഹമുണ്ട്? ലോകപരമായ കാര്യങ്ങളെക്കാൾ അപ്പുറമായിട്ട് കർത്താവെ, എനിക്ക് അങ്ങയുടെ ആത്മാവിനെ പ്രാപിക്കണം. ഇന്ന് രാത്രിയിൽ നമ്മളെ ആ ദൂത് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ, നിങ്ങളത് പ്രാപിക്കും വരെ, നിങ്ങൾ ലഭിക്കും വരെ നിങ്ങളത് കർത്താവിനോട് ചോദിക്കണം. വചനം പറയുന്നു, യാചിപ്പീൻ എന്നാൽ കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് യാചിക്കുക, എൻ്റെ ഉത്തരവാദിത്വമാണ് ചോദിക്കുക, എൻ്റെ ഉത്തരവാദിത്വമാണ് മുട്ടുക. നാം മുട്ടുമ്പോൾ ദൈവം നമുക്ക് തുറന്നു തരും, നാം യാചിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഈ സന്ദേശത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റും? കർത്താവെ, എൻ്റെ മേലൊരു ആത്മശക്തി പകരണമേ, എൻ്റെ മേലൊരു ആത്മശക്തി പകരണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ വളരെ പ്രയാസമാണ്. പൗലോസ് പറയുന്നു, എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ബലഹീനതയിൽ ഞാൻ ബലഹീനനാകുമ്പോൾ, എൻ്റെ ജഡം ബലഹീനമാകുമ്പോൾ എൻ്റെ ആത്മാവ് ശക്തനായി മാറും. പൗലോസ് ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ഞാൻ ജഡത്തിൽ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ ശക്തിയുള്ളവനാണ്. പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇന്ന് രാത്രിയിൽ നമുക്കും ശക്തി പ്രാപിക്കേണ്ടായോ? ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ശക്തി പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ആത്മാവിനെ കൂടുതലായിട്ട് പ്രാപിക്കുവാൻ, കർത്താവ് ധാരാളമായി തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോർജിനെ ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മോന്റെ യൗവനം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുമ്പോൾ വീണ്ടും ആഴത്തിലേക്ക് പത്രോസിനോട് പറഞ്ഞ പോലെ, പത്രോസേ, ആഴത്തിലേക്ക് വല വീശുക, ആഴത്തിലേക്ക് വല വീശുക. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ കർത്താവ് മോന്റെ മുമ്പിൽ തുറക്കുവാൻ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ, ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ദാഹമായി